വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു, മാത്സ് പരീക്ഷ കഴിഞ്ഞു. രണ്ടും നല്ല പേപ്പറായിരുന്നു. കുട്ടികൾ അത്ര ബുദ്ധിമുട്ടിക്കുന്ന പേപ്പറൊന്നും ആയിരുന്നില്ല. നല്ല ഈസി പേപ്പർ തന്നെയാണ്, കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും. അപ്പോൾ നമുക്കിനി ഫിസിക്സ് ഉണ്ട്. ഫിസിക്സ് ഓൾറെഡി മോഡൽ എക്സാമിന് ചില ചോദ്യങ്ങളൊക്കെ കുറച്ചൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പബ്ലിക് എക്സാം ഈസി ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. +2 ഫിസിക്സ് മോഡൽ എക്സാം കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്കിനി പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. സോ മോഡൽ എക്സാം നോക്കി ആ പേപ്പറിലെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ അത് ഒഴിച്ച് നമുക്കിനി ബാക്കി ഏതൊക്കെ ടോപ്പിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ചാപ്റ്റർ വൈസ് ആയിട്ട് മോഡൽ എക്സാമിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഏതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ പറയുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ഒപ്പം ഞാനിത് ചില ഷുവർ ക്വസ്റ്റ്യൻസ് പറയും, നിർബന്ധമായിട്ടും ഇത് വരും എന്ന് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ നോക്കുക. അത് ഇപ്പോൾ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എങ്ങനെയും ഒന്ന് പാസ്സായ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതിലെ പല ക്വസ്റ്റ്യൻസും ഓൾറെഡി അപ്ലോഡഡ് ആണ്. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്, ജുവാലിറ്റിൻ്റെ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം ഓരോ വീഡിയോ 1 by 1 ആയിട്ടൊക്കെ കാണാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ജുവാലിറ്റി സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചോളൂ. 2 മാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. പിന്നെ നമുക്ക് ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല, ഈ 2 ഡെറിവേഷൻസ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഫെയിലായ അല്ലെങ്കിൽ +1 മാർക്ക് കുറവായ കുട്ടികൾ, പാസ് മാർക്ക് വാങ്ങണം എന്നുള്ള കുട്ടികൾ, ഇനി A+ ഉള്ള കുട്ടി A+ വാങ്ങണം എന്നുള്ള കുട്ടികളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യം നിർബന്ധമായിട്ടും പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈനും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ഇക്വറ്റോറിയൽ ലൈനും ഓൾറെഡി അപ്ലോഡഡ് ആണ്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഗോസസ് ലോ, അതിന് 3 ആപ്ലിക്കേഷനും പഠിച്ചോളൂ. ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ചോദിച്ചു, അതായത് സ്ഫിയർ ഇൻസൈഡ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ഓൾറെഡി ചോദിച്ചു. അപ്പോൾ ഇനി ബാക്കി ഒരു പാരലൽ ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ കേസ് ചോദിക്കാം, ഒരു വയറിൻ്റെ കേസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും എല്ലാ കുട്ടികളും പഠിച്ചു വെക്കണം. പാസ്സാവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഈ 2 ചോദ്യം പഠിക്കുക. ഇക്വറ്റോറിയൽ ലൈനും ആക്സിയൽ ലൈനും ഈ 2 ആപ്ലിക്കേഷൻസ്, ബാക്കി 3 ആപ്ലിക്കേഷനും പഠിച്ചോളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, 2ൻ്റെയും ഡെറിവേഷനാണ്. ഡയറക്റ്റ് ചോദ്യമാണ്. ഡിറൈവ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഡിറൈവ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്നൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് അടുത്തത് ഈ പാഠത്തിലൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ ടോപ്പിക് ഇതാണ്. എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും പാരലലും. പാരലായിട്ടും സീരീസ് ആയിട്ടും കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ, അത് ഡെറിവേഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക. ഞാൻ സ്റ്റാർ ഇടുന്നത് വിട്ട് കളയരുത്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ ഈ ആദ്യത്തെ 4 പാഠങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത 3ാമത്തെ പാഠം. ഈ പാഠത്തിലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് 2 ലോസും പഠിക്കുക, സെക്കൻഡ് ലോയും ഫസ്റ്റ് ലോയും പഠിക്കുക. വീൽസ്റ്റോൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ടും പഠിക്കുക, അതിൻ്റെ ആ ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഷുവറായിട്ടും പഠിക്കേണ്ട 2-3 ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ ടോപ്പിക്സ് എത്രയും വേഗം പോയിട്ട് പഠിക്കുക. ഇനി 4ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ബയോസ് ആവട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മിക്കതും ഈ ചോദ്യപേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ആംപിയർ സർക്യൂട്ടിലോ എന്താണെന്ന് ചോദിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോട് ചോദിക്കാം. എന്താണ് ഗാലോമീറ്ററിൻ്റെ വർക്കിംഗ്, മൂവിങ് കോയിൽ ഗാലോമീറ്റർ എന്താണ്, അതിൻ്റെ വർക്കിംഗ് ചോദിക്കാം. ഹൗ ടു കൺവേർട്ട് ഗാലോമീറ്റർ ഇൻ ടു അമ്മീറ്റർ, ഹൗ ടു കൺവേർട്ട് ഗാലോമീറ്റർ ഇൻ ടു വോൾട്ട് മീറ്റർ. ഇത് ഓൾറെഡി മോഡൽ എക്സാമിന് ചോദിച്ചു, പക്ഷേ
മോഡൽ എക്സാമിന് ഇതിൽ ഒരെണ്ണ ചോദിച്ചത് മറ്റേത് ചോദിക്കാം. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇതിലെ എന്തായാലും പഠിക്കേണ്ടത് സർക്കുലർ കറണ്ട് ലൂപ്പാണ്. ഓൾറെഡി അപ്ലോഡഡ് ആണ്, കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേഗം പോയിട്ട് ഇത് കണ്ടോളൂ കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ, അടുത്ത 2 ചെറിയ ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അതിൽ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം നിർബന്ധമായിട്ടും പഠിക്കുക. ഡയാ പാരാ ഫെറോ ഇത് ചോദിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഒരു ടേബിൾ പോലെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് 2 ടോപ്പിക്ക്, വിട്ട് കളയണ്ട. ഡെറിവേഷൻ ഒന്നുമല്ല, തിയറിയാണ് കേട്ടോ. അതേപോലെ ഫാരഡേസ് ലോ, ലെൻസസ് ലോ പഠിക്കുക. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇത് ഞാൻ മിക്കതും ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ AC ജനറേറ്ററിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF, എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMFന് AC ജനറേറ്റർ, ഇത് രണ്ടുമാണ് ഞാൻ ഈ പാഠത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ 2 എണ്ണം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇതിലെ കുറച്ച് ഡെറിവേഷൻസ് ഉള്ള പാഠമാണ്. ഇതിൽ നിങ്ങൾ AC വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്ടർ, ആ ഇൻഡക്ടറിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എക്സാമിന് ഇങ്ങനെ ചോദിക്കുക. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ ആൻ AC വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ AC വോൾട്ടേജ് കൊടുത്താൽ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന പവറിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അതിൻ്റെ ഫേസ് ഡയഗ്രാം ഇങ്ങനെയാണ് ചോദിക്കുക. ഇതേപോലെ കപ്പാസിറ്ററിനും ചോദിക്കും. കപ്പാസിറ്റർ ഉള്ളൊരു സർക്യൂട്ട്, അതിൽ AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, പവറിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഫേസ് ഡയഗ്രാം, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി LCR സർക്യൂട്ട് ചോദിച്ചു മോഡൽ എക്സാമിന്. LCR സർക്യൂട്ടിൻ്റെ ഇംപീഡൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെ ആണ്. ഒന്നുകിൽ അതിൻ്റെ പവറിൻ്റെ എക്സ്പ്രഷൻ ആവാം, കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ആവാം, ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ LCR സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പവർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. പവർ ഡിസിപ്പേറ്റഡ് ഇൻ LCR സർക്യൂട്ടിനായിരിക്കും ചോദിക്കാം. അപ്പോൾ ഇത് എല്ലാം ഞാൻ പഠിക്കണം എന്ന് പറയും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റേജ് ഉള്ള പാഠമാണ്. അപ്പോൾ ഇത് തിയറി ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഇക്വേഷൻ NS/NP = VS/VP, അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിലെ പവർ ലോസ് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, എഡ്ഡി കറണ്ട് ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ്, തിയറിയാണ് 2 മാർക്കിനും ചോദിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. 8ാമത്തെ പാഠം ചെറിയ പാഠമാണ്. അതിൽ പല വേവുകളുണ്ട്. റേഡിയോമാഗ്നറ്റിക് വേവ്, റേഡിയോ വേവ്, ഗാമ വേവ്, അങ്ങനെ അങ്ങനെയുള്ള വേവ്സുകൾ അതിൻ്റെയൊക്കെ ഓർഡർ പ്രകാരം എഴുതാൻ പഠിക്കുക. ഫ്രീക്വൻസിയുടെ ഓർഡർ പ്രകാരം, വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ പ്രകാരം, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും പഠിച്ചു വയ്ക്കുക. ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചാലായി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ 9ാമത്തെ പാഠത്തിൽ റയോപ്റ്റിക്സ് ആണ്. ഓൾറെഡി കുറച്ചൊക്കെ ചോദിച്ചു. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ റിലേഷൻ കണക്റ്റിംഗ് R and F, അതുപോലെ മിറർ ഇക്വേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല മിക്കതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റും പഠിക്കുക. ബാക്കിയുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, പ്രിസം ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് ഇതിൽ ഏതെങ്കിലും 1 or 2 എന്തായാലും ചോദിച്ചിരിക്കും. പിന്നെ വേവ് ഓപ്റ്റിക്സിൽ നിങ്ങൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുക, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുക, പോളറൈസേഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. ഇതിൽ ഉറപ്പായിട്ടൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിലേതെങ്കിലും ഇതോ ഡെറിവേഷൻ ചോദിക്കാം. ഓക്കെ, അടുത്തത് 11ാമത്തെ പാഠത്തിൽ നിങ്ങൾ തിയറിയാണ്. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി, എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, എന്തൊക്കെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ലോസ്, ഗ്രാഫുകൾ വരയ്ക്കാൻ ചോദിക്കും. ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ ആനോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട്, ആ ഗ്രാഫ് വരയ്ക്കുക. ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനത്തെ ഗ്രാഫൊക്കെ വരുന്നൊരു പാഠാണത്. അപ്പോൾ ഗ്രാഫിൽ നിന്നുള്ള ചോദ്യങ്ങൾ മിക്കതും ഈ പാഠത്തിന് ചോദിക്കാറുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഈ ഫിസിക്സിൻ്റെ എല്ലാ പാഠം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണ്. അതിൽ ഈ ഡുവൽ നേച്ചറിൽ നിന്നുള്ള ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ ചാനൽ ഇടയ്ക്കൊന്ന് നോക്കുക, വീഡിയോസൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക. ആ വീഡിയോസ് നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. അതേപോലെ ഇപ്രാവശ്യം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ്.
ഓക്കെ, ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഡി ബ്രോഗിലെ വേവ് ലെങ്ത്തിൻ്റെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്, അത് മേ ബി ചോദിക്കാം. ഉറപ്പെന്നല്ല, സാധ്യതയുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഗ്രാഫ് വെച്ചിട്ടുള്ള പ്രോബ്ലം. പിന്നെ ആറ്റംസിൽ നിങ്ങൾ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചോളൂ. പിന്നെ ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡി ബ്രോഗ്ലീസ് പ്രൂഫ് ഫോർ ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിൻ്റെ പ്രൂഫ് ഡി ബ്രോഗ്ലി വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാസ് ഡിഫക്റ്റ് എന്താണ്, ഇതൊന്ന് മിക്കതും ചോദിക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഡീകെ, അതുപോലെ മീൻ ലൈഫ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മിക്കതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ന്യൂക്ലിയർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടത്. സെമി കണ്ടക്ടറിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് പഠിക്കുക. ഇതിൽ ഈ 2 ടോപ്പിക്കാണ് മസ്റ്റായിട്ട് നോക്കേണ്ടത്. ഫോർവേഡ് ബയാസ്ഡ്, റിവേഴ്സ് ബയാസ്ഡ്, അതിൻ്റെ ഗ്രാഫ്, ഹാഫ് വേവ് ഫുൾ വേവ്, റെക്ടിഫയറുകൾ പഠിക്കുക. ഇതിലെ ഫുൾ വേവ് ഓൾറെഡി ചോദിച്ചു, പിന്നെ ഹാഫ് വേവ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിലെ 4ാമത്തെ പാഠത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ സർക്കുലർ കറണ്ട് ലൂപ്പ് മിക്കതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റേ ഓപ്റ്റിക്സിലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ ഹാഫ് ലൈഫ്, മീൻ ലൈഫ്, അത് മിക്കതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഇതൊക്കെ ചോദിക്കാം, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് ആക്സിയൽ ലൈന്, ഇക്വറ്റോറിയൽ ലൈന് ചോദിക്കാം, കപ്പാസിറ്റേഴ്സ് സീരീസും പാരലലും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കതും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിതിൽ സ്റ്റാർ ഇട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എത്രയും വേഗം പോയിട്ട് പഠിക്കുക, മറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഞാനിത് ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് ഒപ്പം വേണമെങ്കിൽ പഠിച്ച് തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഓൾറെഡി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ പറയാത്ത ചോദ്യങ്ങളുണ്ട്, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.